ഗൈസ്, നമ്മൾ ഇന്ന് പോകുന്നത് മാമ്പഴത്തറയിലേക്കാണ്. അതെ ഗൈസ്, മാമ്പഴത്തറയിലോട്ടും പിന്നെ വേറെ ഒരു സ്ഥലം പറഞ്ഞല്ലോ, ചാലിയക്കര. ഏ ചാലിയക്കര. ചാലിയക്കര. അപ്പൊ ഈ രണ്ട് സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീടിന്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരുപാട് ദൂരമൊന്നുമില്ല. നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത് ഇന്നലെ രാത്രി ഇങ്ങനെ ഉറങ്ങാൻ നേരത്തെ ജസ്റ്റ് ഒരു റീൽ ഉണ്ട്, അപ്പൊ അന്ന് നമുക്ക് പോയാലോ എന്ന് പ്ലാൻ ചെയ്ത. അപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയപ്പോ ഇന്ന് സൺഡേ ആണ്, അപ്പൊ ഇന്നങ്ങ് പോവാന്ന് വിചാരിച്ച്. അപ്പം അതൊരു വ്ളോഗായിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. മാമ്പഴത്തറ നമ്മൾ ഇതുവരെ പോയിട്ടില്ല, ബാക്കി ആ ഏരിയയിലുള്ള കുറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് പോവാണ്, അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന്. അതുപോലെ നമ്മളിപ്പോ പോകുന്നത് കുറച്ച് ലേറ്റ് ആയി പോയി, ഒരു 7:30 ആയി. അപ്പം എങ്ങനെയാണ് ആ ടൈമിലെ വ്യൂ എന്നും എല്ലാം നമ്മൾ മാക്സിമം ക്യാപ്ചർ ചെയ്യാം. നോക്കട്ടെ, അടിപൊളിയാണെങ്കിൽ വ്ളോഗായിട്ടിടാം. ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് നോർമലി നമ്മൾ പോകുമ്പോഴൊക്കെ ഞാനായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത് കൂടുതലും. പക്ഷെ ഇന്നത്തെ ഈ ഒരു ട്രാവലിങ്ങിൽ വണ്ടി ഓടിക്കാൻ പോകുന്ന കാർത്തികയാണ്. തിരിച്ചു വരാനായി കാണാൻ ഗൈസ്. എപ്പോഴും ഒന്നും ഓട്ടിക്കാൻ പറ്റത്തില്ല, വല്ലപ്പോഴും ഓട്ടിക്കാം. എന്തായാലും സ്റ്റാർട്ടിങ് ചെയ്യാനാട്ടോ. പുനലൂർ വരെയൊക്കെ എനിക്ക് ഓട്ടിക്കാൻ കഴിഞ്ഞുള്ളൂ ഗൈസ്. അത് കഴിഞ്ഞപ്പോൾ ഇതാ ഉണ്ണി എന്നെ വണ്ടി ഓട്ടിക്കാൻ തുടങ്ങി. ഞങ്ങൾ പുനലൂരിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ടുള്ള വഴിയിലാകട്ടെ കയറി വന്നത്. എന്തായാലും ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടുവേ. ഗൈസ്, നമ്മള് ഏകദേശം എത്താറായി കേട്ടോ. പുനലൂരിൽ നിന്ന് തിരിഞ്ഞ് നമ്മൾ ഇടത്തെ സൈഡിലോട്ട് തിരിയുന്ന റോഡാ. നമ്മൾ ഏകദേശം എത്താറായി സ്ഥലത്ത്. ഇപ്പൊ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങിയോണ്ടും ഇന്നെന്തോ വെയിലുള്ളത് കൊണ്ടും ചെറിയൊരു വെയിലൊക്കെ ഉണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ സ്പോട്ടിലെത്തി. ചാലിയക്കര പാലമാണ് കേട്ടോ, ഒരു ചെറിയ പാലമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാണിച്ചു തരാമേ. ഇത് ഉണ്ണിയുടെ ഡ്രസ്സാട്ടോ, ഉണ്ണി പ്രത്യേകം പറയണമെന്ന് പറഞ്ഞു. പിന്നെ അടിച്ചു മാറ്റി ഇട്ടതും പോരാ. നമ്മുടെ നാട്ടില് ഹസ്ബൻഡിന്റെ ഡ്രസ്സ് നമ്മുടെ കൂടെ ഡ്രസ്സാണല്ലോ. ഗായ്സ്, നമ്മൾ ചാലിയക്കര മാമ്പഴത്തറ പോകുന്ന റൂട്ടിൽ പോയപ്പോൾ ഒരു ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട്, ഒരു അയൺ ബ്രിഡ്ജ് ആണ്. അപ്പൊ ഇവിടുത്തെ എസ്റ്റേറ്റിലെ ആൾക്കാർക്ക് പാസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പൊ കാണിച്ചു തരാവേ. എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പേടിയാ ഗൈസ്, അതുകൊണ്ട് ഞാൻ പോകത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ണി കാണിച്ചിരുന്നായിരിക്കും. ഉണ്ണിയുടെ പുറകെ വേണമെങ്കിൽ ഞാൻ വരാം, ഫ്രണ്ടിൽ പോകാൻ എനിക്ക് പേടിയാ.
പേടി ചെറുതായിട്ട് മാറി. സോ ഞാൻ നടുക്കോട്ട് പോകാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് ചാലിയേക്കര അയൺ ബ്രിഡ്ജ്, അത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതെ അതെ. ഓക്കെ, അടുത്ത നമ്മൾ ഇനി അടുത്ത് ചാലിയേക്കര വേറൊരു സ്പോട്ടിലോട്ടാണ് പോകുന്നത്. നമ്മൾ പോയിട്ടില്ല ഇതുവരെ. അപ്പം കാണുന്നതൊക്കെ മാക്സിമം നമ്മൾ ക്യാപ്ചർ ചെയ്ത് വ്ലോഗിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് കൊള്ളായിരുന്നു കേട്ടോ, നല്ല രസമുണ്ട്. ആദ്യം ഇച്ചിരി പേടിയൊക്കെ ആയിരുന്നു എനിക്ക്, പിന്നെ കുഴപ്പമില്ല. 2-3 ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ നടന്നു വരുന്നത് കണ്ട്, അപ്പൊ പിന്നെ പേടി പോയി. അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സ്പോട്ടിൽ ഉണ്ണി സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്റെ വ്ലോഗില്. എന്ത് അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഗൈസ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്രിഡ്ജ് തന്നെയായിരുന്നു. അവിടുത്തെ ആൾക്കാർക്ക്, അതായത് എസ്റ്റേറ്റിലുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവർ തന്നെ നിർമ്മിച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഒരു ടൗൺ ഉണ്ടായിരുന്നു. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു, അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കറി മേടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ, നമ്മൾ വിട്ടുപോയി, മറന്നുപോയി. പിന്നെ അവസാനം ചാലിയേക്കര ടൗണിൽ വന്നപ്പോൾ ഒരു ചെറിയ കടയുണ്ട്. അപ്പോൾ അവിടുന്ന് ദോശ, മുട്ടക്കറി ഇതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ അവിടുന്ന് മുട്ടക്കറി മേടിച്ചിട്ട് അടുത്ത സ്പോട്ടിലോട്ട് പോവാണ് കേട്ടോ. ടൗണിൽ നിന്ന് നേരെ ചെന്ന് കഴിഞ്ഞാൽ 2 റോഡായിട്ട് തിരിയും കേട്ടോ. അപ്പോൾ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിലോട്ടുള്ള റോഡിലോട്ട് കയറി കഴിഞ്ഞാൽ AVTയുടെ റബ്ബർ എസ്റ്റേറ്റ് ആണ് കേട്ടോ ഫുള്ള്. അതിന്റെ ഫാക്ടറിയും എസ്റ്റേറ്റ് ആയിട്ടാണ് ഫ്രണ്ടിലോട്ടുള്ളത്. നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാൻ അനുമതിയില്ല, എന്നാലും അവര് വലിയ തിരക്കും കാര്യങ്ങളും ഇല്ലെങ്കിൽ അകത്തോട്ട് നമുക്ക് കയറാനൊക്കെ പറ്റും കേട്ടോ. വലിയ റെസ്ട്രിക്റ്റഡ് ഒന്നും അല്ല. അതുപോലെ തന്നെ ഇവിടുന്ന് തൊട്ട് മുകളിലായിട്ട് ഒരു പാലം പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് സ്പോട്ട് അതായിട്ടാണ് നമ്മൾ വന്നത്. ചാലിയേക്കര അക്വാഡക്റ്റ് എന്നാണ് കേട്ടോ ഈ സ്ഥലത്തെ പറയുന്ന പേര്. ഗൂഗിൾ മാപ്പിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ കിട്ടും കേട്ടോ. ഈ ഫാക്ടറിയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വലത്തേ സൈഡിലോട്ടൊരു റോഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് നമുക്ക് മുകളിലോട്ട് കയറി പോകാൻ പറ്റും. പക്ഷേ ബൈക്കൊന്നും പോത്തില്ലെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. എന്നാലും നമ്മളൊന്ന് റിസ്ക് എടുത്ത് നോക്കാം, ഒന്ന് നടന്നു പോയി നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം പോകാൻ പറ്റുന്ന റോഡാണ് കേട്ടോ. കുറച്ച് കല്ലും ഒക്കെ ഇളകി കിടപ്പുണ്ട്, എന്നാലും സൂപ്പർ ബൈക്കൊക്കെ ആണ്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ബൈക്കൊക്കെ ആണെങ്കിൽ കയറി പോകട്ടോ. നമ്മൾ എൻഡോർക്കിലാണ് പോയത്, അതിൽ തന്നെ സ്മൂത്തായിട്ട് കയറി പോകാൻ പറ്റി. സോ നിങ്ങൾ ഏത് വണ്ടിയാണ് യൂസ് ചെയ്യുന്നത് നോക്കിയിട്ട് ഒന്ന് കയറി നോക്കിയിട്ട് ആ വഴി പോകാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ മുകളിലെത്തി. ഇത് ചാലിയേക്കര അക്വാഡക്റ്റ് എന്നാണ് പറയുന്നത്. ഇത് 2 ഷട്ടറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ വരുമ്പോൾ അതൊക്കെ പോകാനൊക്കെ ആയിട്ടായിരിക്കും. അങ്ങനെ നമ്മൾ അതിൻ്റെ മുകളിലെത്തിയിട്ട് ഫുഡ് കഴിച്ചിട്ടാ. രാവിലത്തെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോഴാണ് കഴിക്കുന്നത്. അങ്ങനെ ആ നേച്ചറൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് മെയിൻ ആ ഒരു ബ്രിഡ്ജിലോട്ട് പോയി നോക്കാം എന്ന് വിചാരിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. സോ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ആ പാലത്തോട്ട് പോയി കണ്ടിട്ടോ. അതായത് ആ ബ്രിഡ്ജിൽ എന്താണ് അതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാനും കാണാനായിട്ട് നെക്സ്റ്റ് ആണ് പോയത് കേട്ടോ.
അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് സൺസ്ക്രീനൊക്കെ വാരിപ്പൊത്തിയിട്ടാണ്. എന്താ വെച്ചാൽ വെയിലുണ്ട്, പക്ഷെ വെയിലിൻ്റെ ആ ഒരു ചൂട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. ചിലപ്പം കാട്ടിനകത്തായതുകൊണ്ട് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കാം ആ ഒരു ചൂട് അനുഭവപ്പെടുന്നില്ല. പക്ഷെ നല്ല വെയിലുണ്ട് കേട്ടോ. സോ അതുകൊണ്ട് സൺസ്ക്രീനൊക്കെ വാരിപ്പൊത്തിയതിന് ശേഷമാണ് ആ പാലത്തിലോട്ട് പോയത്. അതായത് ചാലിയക്കര അക്വഡക്റ്റിലോട്ടാണ് പോയത്. അതെന്നെ കാണിച്ചു തരാം. ഹായ് ഗൈസ്, അപ്പം നമ്മള് ചാലിയത്തറ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ അത്യാവശ്യം സ്പോട്ടൊക്കെ നമ്മള് കവർ ചെയ്തു. ഇനി നമ്മള് അടുത്തതിന് മാമ്പഴത്തറയിലോട്ട് പോവാം. ഒറ്റയ്ക്കുള്ള ഗൈസ്, ഈ പാലം ഫുള്ള് ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്ക്. കുറെ നേരമായിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ടിട്ടിരിക്കുകയാണ്. നൈസ് കേട്ടോ, നൈസ് വ്യൂ ആണ് ഇവിടെ. മഴ സമയത്തൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇച്ചിരി വെയിലുണ്ടായാലും കുഴപ്പമൊന്നുമില്ല, നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് വെയിലുണ്ട്. ഈ രാവിലെ ഏർലി മോർണിംഗ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലപോലെ വ്യൂ കിട്ടും. ചെറിയ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലം. ഒരു കുറച്ച് ഫോറസ്റ്റ് ഏരിയ ആണിത്. ഒരു AVTയുടെ റബ്ബർ എസ്റ്റേറ്റ് ആയി വരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് വാച്ചാണ്, ഉറപ്പായിട്ട് വന്ന് കാണണം. അപ്പോൾ ഇനി അടുത്ത് മാമ്പഴത്തറയിലോട്ട് പോകും.
അപ്പോൾ നമ്മൾ ചാലിയക്കര അക്വഡക്റ്റിന് മാമ്പഴത്തറയിലോട്ടുള്ള റോഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആനയും പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണിത്. ഉൾക്കാട് തന്നെയാണ്. നല്ല തണുപ്പുമുണ്ട് ഉൾക്കാടായതുകൊണ്ട് തന്നെ. അതായത് ഇന്ന് നോർമലി നല്ല വെയിലുള്ള ദിവസമാണ്, എന്നാൽ പോലും നമുക്ക് ഒട്ടും തന്നെ ചൂട് അനുഭവപ്പെടുന്നില്ല കേട്ടോ. ഇലകൾക്കിടയിലൂടെ കിട്ടുന്ന ചെറിയ വെയിലല്ലാതെ നമ്മുടെ ദേഹത്തൊന്നും അങ്ങനെ വെയിലടിക്കുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് മോർണിംഗ് ടൈമിൽ വരിക. അതായത് കോടയൊക്കെ ഇറങ്ങുന്ന ടൈം ഉണ്ടല്ലോ, ഒരു 9 മണിക്ക് മുന്നേ തന്നെ ഇറങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആനയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും. സൂക്ഷിച്ച് വരിക. വണ്ടിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതായത് കെയർഫുള്ളി തന്നെ ഓട്ടിക്കാൻ ശ്രമിക്കുക. അതായത് വഴികളിൽ ഇറങ്ങി നിൽക്കുക, ഫോട്ടോ എടുക്കുക, അങ്ങനെ ചെയ്യാതെ നമ്മൾ നോർമലി വണ്ടിയിൽ തന്നെ പോകാൻ ശ്രമിക്കുക. അല്ലാതെ ഇടയ്ക്കൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കാടിൻ്റെ ഉള്ളിൽ നിൽക്കാൻ ശ്രമിക്കല്ലോ കേട്ടോ. അത് ഒറ്റയ്ക്കൊക്കെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒരിക്കലും കാടിനുള്ളിൽ വണ്ടി നിർത്തിയൊന്നും നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സൂക്ഷിക്കുക, നിങ്ങൾ തന്നെ തിരിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ മാമ്പഴത്തറ എത്തി കേട്ടോ. മാമ്പഴത്തറ സ്കൂളും പൊതുവിതരണ കേന്ദ്രവും ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറിയ വ്യൂ ഒക്കെ ഉണ്ട്. അതായത് ഇപ്പം മെയിനായിട്ട് മാമ്പഴത്തറ വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പം അത് കാണാൻ വേണ്ടിയല്ല ശരിക്കും ഇറങ്ങിയത്. മാമ്പഴത്തറ ഫുള്ളായിട്ട് വിസിറ്റ് ചെയ്യാൻ, ആ ഒരു റൂട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. മാമ്പഴത്തറ വ്യൂ പോയിൻ്റ് കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. അതിനെക്കാട്ടി കൂടുതൽ നമുക്ക് ആ പോകുന്ന വഴികളും റൂട്ടും അത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സ്ഥലത്തും നിർത്തി, അതായത് ആളൊക്കെ ഉള്ള സ്ഥലം എത്തി കേട്ടോ. അതായത് കൈതച്ചക്കത്തോട്ടം, റബ്ബർ, ഇങ്ങനത്തെ എസ്റ്റേറ്റുകളൊക്കെ കണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ആ ലാൻഡ്സ്കേപ്പ് കണ്ടോ? എന്ത് ഭംഗിയാണല്ലേ, എന്ത് ബ്യൂട്ടിഫുള്ളാണ് ആ മേഘങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പം നമ്മളതൊക്കെ കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ശരിക്കുള്ള മാമ്പഴത്തറ വ്യൂ പോയിന്റ് ഇതാണ് ഗൈസ്. ഇവിടെ നിന്ന് കുറച്ച് നേരം ഈ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ കുറച്ച് ദൂരം കൂടെ പോയിട്ട് വേറൊരു സ്ഥലത്ത് വണ്ടി നിർത്തി കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചത്. നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. പുനലൂർ വഴി തന്നെ വീട്ടിലോട്ട് തിരിച്ചു പോകാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ നമ്മൾ അവസാനം അമ്പനാട് പോകുന്ന റൂട്ട് കയറി നമ്മൾ കഴുതുരുട്ടി ജംഗ്ഷൻ ചെന്ന് കയറി അവിടുന്ന് പുനലൂർ കൊട്ടാരക്കര വഴിയാണ് വീട്ടിൽ പോയത് കേട്ടോ. അപ്പം അതിനിടയ്ക്ക് കുറച്ച് സ്പോട്ടിലൊക്കെ നിർത്തി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്തത്. ഗൈസ് നമ്മൾ എല്ലാ സ്ഥലവും ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ട് ഉച്ചയായി ഉപയോഗിക്കാൻ വന്നത്. അപ്പം ചിങ്കാലേക്കാന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റാണ് വന്നത്. ഇവിടെ പെൺമതയിലാണ് വന്നിരിക്കുന്നത്. അടിപൊളി മീൽസാണ് കേട്ടോ. കണ്ടിട്ട് തന്നെ കൂടിയാവുന്നു. പൈസയൊക്കെ ആവറേജ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അടിപൊളിയാണ്. കാണിച്ചോളൂ. സെൽഫ് സർവീസ് ആയിരുന്നു. കുറേ കറികളുണ്ട്, ഇനി കുറച്ച് എടുക്കാനുണ്ട്. പറ്റുന്നത്രയും വാരി എടുത്തിട്ടുണ്ട്. അപ്പോൾ പറ്റുന്നത്രയും കറികളൊക്കെ വാരിയെടുത്ത് കഴിക്കാൻ തുടങ്ങി ഗൈസ്. മീൽസാണ് ഓർഡർ ചെയ്തത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങളൊക്കെ തെന്മല സൈഡൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ കടയിലൊന്ന് കയറി നോക്കും. ആവറേജ് പ്രൈസിങ് ഒക്കെ ഉള്ളൂ കേട്ടോ. പക്ഷേ മൾട്ടിക്യൂഷനാണ്, അത്യാവശ്യം അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ആംബിയൻസ് ഒക്കെ. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ മീൽസിൻ്റെ കൂടെ തന്നെ ഒരു ഫിഷ് ഫ്രൈയും ഒരു ബീഫ് റോസ്റ്റ് എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അടിപൊളിയായിരുന്നു. സർവീസൊക്കെ പൊളിയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ശാന്തമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്താ വെച്ചാൽ അടുത്തൊരു ബുദ്ധൻ്റെയൊക്കെ പ്രതിമ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ശാന്തമായിട്ടെന്നൊക്കെ ഇൻക്ലൂഡ് ചെയ്ത്. അപ്പം കണ്ട അടിപൊളി ബീഫ് റോസ്റ്റ് ആയിരുന്നേ. മീൻ ഉണ്ടായിരുന്നു, ഫിഷ് ഫ്രൈയും കൂടെ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ടും തെന്മല സൈഡൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിലൊന്ന് കയറി നോക്കൂ. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പേഴ്സണൽ നീഡ്സിനൊക്കെയാണ് പോയത്. അപ്പം ട്രാവലിംഗ് വ്ളോഗ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഉറപ്പായിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു.